അനുഗ്രഹിക്കപ്പെട്ട ചക്കിമംഗലം ദേശത്ത് ഞങ്ങളെ ഈ ശബ്ദ പരിധിയിൽ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും ഞങ്ങൾ ഹൃദയഭാഷയിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് അല്പസമയം നിങ്ങളുടെ ഹൃദയത്തിലെ മൗനാനുവാദത്തോടെ നിങ്ങളോട് ഈ ലോകം കേൾക്കുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശത്തെ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആയതിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ചോദിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തിന് ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന, ലോകം അറിഞ്ഞിരിക്കേണ്ട, ലോകം കേട്ടിരിക്കേണ്ട മനോഹരമായ ഒരു സന്ദേശമാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. ഇത് ലോകത്തിന്റെ 7 വൻകരകളിലും ഒരുപോലെ ഈ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം അതിന് വിളിച്ചു പറയുന്ന ഒരു പേര് സുവിശേഷം എന്ന് പറയും. അതെ, ആ സുവിശേഷം അത് തന്നെയാണ് ഇവിടെ ഘോഷിക്കപ്പെടുവാൻ പോകുന്നത്. സുവിശേഷം എന്ന ഈ സത്യം മനുഷ്യരാശിക്ക് ഒരു ഓക്സിജൻ പോലെ, പ്രാണവായു പോലെ അത്യന്താപേക്ഷിതമായതാണ്. ലോകം ഇന്ന് പാപത്തെ വലിച്ചു പിടിച്ചുകൊണ്ട് ലക്ഷ്യബോധമില്ലാതെ ഓടിയകലുന്ന തലമുറകളുടെ നടുവിൽ സുവിശേഷത്തിന്റെ പ്രസക്തി എത്ര വലുത് എന്ന് ഊന്നിപ്പറയേണ്ടതായ കാര്യമില്ല. മനുഷ്യജീവിതം അതിസങ്കീർണമായ നിലയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രക്ഷുബ്ധമായ നിലയിൽ, അതെ, പരിഹരിക്കുവാൻ കഴിയാത്ത നിലയിൽ മനുഷ്യൻ പലവിധമായ വൈതരണികളിൽ കുടുങ്ങി ജീവിതം തകർന്നുടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷം എന്നത് പ്രാണവായു പോലെ തന്നെ മനുഷ്യൻ ഒഴിവാക്കി കൂടുവാൻ കഴിയാത്ത ഒരു സന്ദേശകാവ്യമാണ്. ഇന്ന് ഇതിവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ ഈ സന്ദേശത്തിന്റെ കാതലായിരിക്കുന്ന, സുവിശേഷത്തിന്റെ നായകനായിരിക്കുന്ന, ഈ വിശേഷത്തിന് അടിസ്ഥാനമായിരിക്കുന്ന വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ ഇമ്പമാർന്ന ഈ സന്ദേശം ഇത് കേൾക്കപ്പെടുമ്പോൾ അത് ജനഹൃദയങ്ങളിൽ അത്ഭുത രൂപാന്തരം സംഭവിക്കുവാൻ ഇടയായിത്തീരുന്നതായി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തമമായ അടയാളങ്ങളാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാർ. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിച്ചത്, അത്ഭുതകരമായ രൂപാന്തരത്തിന് കാരണമായി തീർന്നത് ഈ സുവിശേഷം എന്ന മഹാസത്യമാണ്. അതെ, ഈ സന്ദേശം കേൾക്കപ്പെട്ട് ഹൃദയത്തിൽ ഏറ്റെടുത്തവരുടെ ജീവചരിത്രം അത്ഭുതമായി മാറുവാനിടയായി തീർന്നിട്ടുണ്ട്. ഈ സന്ദേശം റീ അഡിഷൻ സെന്ററുകൾക്ക് പരിഹരിക്കാൻ പെടാത്ത രീതിയിൽ അടിമത്വത്തിൽ, മയക്കുമരുന്നുകളിൽ പെട്ടുപോയ ജീവിതങ്ങൾക്ക് രൂപാന്തരം നൽകുവാൻ, തകർന്നുടഞ്ഞു പോയ, പ്രതീക്ഷയേറ്റുപോയ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകി ജീവിതത്തിലേക്ക് ഒരു മടങ്ങിവരവിന് ഈ സന്ദേശം ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം ഇവിടെ ഉയർത്തി കാട്ടപ്പെടുമ്പോൾ ഭവനാങ്കണങ്ങളിൽ, തെരുവുകളിൽ എവിടെയൊക്കെയോ ഇരുന്ന് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഈ സന്ദേശത്തിലേക്ക് തരുമ്പോൾ അത് നിങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി പോകാൻ തീരുന്ന, നാഴികക്കല്ലായി മാറുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് എന്ന് മറന്നു പോകരുത്. അതേ പ്രിയമുള്ളവരെ, വളരെ വേഗത്തിൽ എന്റെ വിശ്വാസ സംഹിതയായ വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2-3 വാക്യങ്ങൾ പറഞ്ഞ് വളരെ വേഗത്തിൽ ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഉയർത്തിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരുവൻ പോലും നീതിമാനില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയവരാണെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ്. അതെ, ബൈബിൾ വിളിച്ചു പറയുന്നു, ഒരുവൻ പോലും നീതിമാനില്ല. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. ചിലരുടെ തോന്നല് ഞാൻ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ളത്. കുടുംബത്തിൽ ഭർത്താവിന് തോന്നും ഞാൻ പറയുന്നതാണ് ശരി, ഭാര്യയ്ക്ക് തോന്നും ഞാൻ മാത്രമാണ് ശരി, കുഞ്ഞുങ്ങൾക്ക് തോന്നും ഞങ്ങളാണ് ശരി. അതെ, അവരറിവില്ലാത്തവരാണ് മാതാപിതാക്കൾ. ഓരോരുത്തരുടെയും തോന്നലുകളിൽ അവരുടെ കെട്ടിപ്പൊക്കിയ മൂഢലോകത്തെ ചക്രവർത്തിമാരെ പോലെയാണ് ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതം നയിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായോഗിക ജീവിതത്തിൽ പരാജയമടഞ്ഞ ഏതെങ്കിലും വ്യക്തികൾ കേൾക്കുന്നെങ്കിൽ പറയാം, നമ്മളിലെ സ്വയം എന്ന താല്പര്യം, ഞാൻ ശരി എന്നുള്ള ആ തോന്നലുകളെ പൊളിച്ചടുക്കിക്കൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുക, ഒരുവൻ പോലും നീതിമാനില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയവരാ. ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, മക്കൾ അപ്പനമ്മമാരെ കുറ്റപ്പെടുത്തുന്നു, സുഹൃത്തുക്കളെ കുറ്റപ്പെടുന്നു, അയൽവക്കക്കാരെ കുറ്റപ്പെടുത്തുന്നു, രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നു, സഭാ നേതൃത്വങ്ങളെ കുറ്റപ്പെടുന്നു, വിശ്വാസികൾ തമ്മിൽ കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യദൈവത്തെ തിരിച്ചറിയാത്ത
മനുഷ്യന്റെ മൂഢമായ ന്യായീകരണത്തിന്റെ ഭാഗമാണ് ഞാൻ ശരി എന്ന വാദം ഉയർത്തിക്കാട്ടുന്നത്. അത് നിമിത്തം എന്താ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് ഒളികണ്ണിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം. സഭകളിൽ ഛിദ്രങ്ങൾ ഉണ്ടായതിന്റെ കാരണം എന്താണ്? സഭയിലെ പ്രസിദ്ധരായ വ്യക്തികൾ തമ്മിലുള്ള ഞാൻ ശരി എന്ന വാഗ്വാദങ്ങളാണ്. കുടുംബങ്ങൾ ഛിദ്രമായത് എവിടെ? ഭർത്താവ് ഭാര്യ ബന്ധങ്ങളിൽ ഞാൻ ശരി എന്നുള്ള വാദമുഖങ്ങളാണ് കുടുംബങ്ങൾ തകർന്നത്. തലമുറകൾ കൈവിട്ടു പോയതെന്ത്? ഞങ്ങളാണ് അപ്പനമ്മമാരെക്കാൾ ന്യായം ശരി എന്ന് തോന്നിയ തോന്നലുകളാണ് തകർച്ചകൾക്ക് കാരണം. അയൽവക്കങ്ങൾ തമ്മിൽ ഛിദ്രതയുണ്ടായതെന്ത്? നമ്മൾ തമ്മിൽ തോൽക്കുമ്പോൾ ഞാൻ ശരി എന്ന തോന്നലുകൾ. സ്നേഹിതർ തമ്മിൽ മദ്യവെച്ച് കഴിഞ്ഞ് പരസ്പരം കുത്തി കൊലപ്പെടുത്തിയപ്പോൾ സംഭവിച്ചത് എന്താണ്? അത് കുടിച്ച് ഒരു സ്നേഹിതനെ കുത്തുന്നതിന് മുൻപ് ഞാനാണ് ശരി എന്നുള്ള അവനിലെ തോന്നലാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒരുവൻ പോലും നീതിമാനില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ ആരായിരിക്കാം നിയന്ത്രിക്കുന്നത്? ഈകലോകത്തിന്റെ ശക്തിയായ പിശാചായിരിക്കും. പിശാചിന്റെ നിയന്ത്രണ വലയങ്ങളിലെ കളിപ്പാട്ടമായി തീർന്ന മനുഷ്യന്റെ മൂഢമായ ധാരണയാണ് ഞാൻ മാത്രം ശരി എന്നുള്ള തോന്നൽ. അതിന്റെ പരിണിത ഫലമായി സംഭവിക്കുന്നത് തന്നെയാണ് സമൂഹം തിക്തതകളിലേക്കും ദുരന്തത്തിലേക്കും ദുരിതത്തിലേക്കും വഴിവെക്കുവാനിടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, സ്വതന്ത്രം ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ വന്നതെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ഇന്ന് പകൽ ഞാൻ ശരി എന്ന് തോന്നുന്ന പ്രിയമുള്ളവരെ, നീ ദൈവത്തിന്റെ നീതീകരണം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ കാരണമാണ് അങ്ങനെ തോന്നുന്നത്. എന്നാൽ ഇന്ന് പകൽ പറയുക, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത് പാപികളെ തേടിയത്രേ. വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപം ചെയ്ത് സകല മനുഷ്യരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപമംഗലമായ ജീവിതത്തിന്റെ ഉടമകളാണ്. നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ, പാപമോചനം തരുവാൻ, അതെ 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് പിതാവൊപ്പമുള്ള സമത്വത്തെ അവൻ മുറുകെ പിടിക്കാതെ വിട്ടുകൊടുത്തുകൊണ്ട് താഴ്ന്ന ലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂപരപ്പിലേക്ക് തേടി വന്നത് എന്തിനാണെന്നറിയാമോ? നീതീകരിക്കപ്പെടുവാൻ, നീതിമാന്മാരാക്കി തീർക്കുവാൻ, പാപരഹിതമായ ഒരു മനുഷ്യ സമൂഹത്തെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം ഈ താഴ്ന്ന ലോകത്തേക്ക് വന്നത്. ഇന്ന് പകൽ ദൈവത്തെ സേവിക്കുന്നവർ, ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം വന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. ദൈവം വന്നത് മനുഷ്യനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുവാൻ, അവന്റെ പാപത്തിൽ നിന്ന് തിരിക്കുവാൻ, അവന്റെ ആത്മാവിന് നിത്യത കൊടുക്കുവാൻ. അതിനത്രേ കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നത്. ഇന്നലെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം ഇതാണ്: പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ച് മനുഷ്യനെ രക്ഷിക്കേണ്ടതിന്, അല്ലെങ്കിൽ അനീതിയുടെ കൂമ്പാരമായ പാപമംഗലമായ ജീവിതത്തിൽ പെട്ടുപോയ മനുഷ്യന് പാപമോചനം നൽകേണ്ടതിന്. ഇന്ന് പകൽ യേശുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവും അവന്റെ കാൽവറി മരണവും മാനവരാശിക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടും സുവിശേഷകർ വിളിച്ചു പറയുന്നത്, മാനവരാശിയുടെ പാപവിമോചനത്തിന് ഏകമാർഗമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ആർജവത്തോടെ, അധികാരത്തോടെ, തന്റെ ഇടത്തോടെ ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ജനം മണ്ടന്മാരല്ലെന്ന് എനിക്കറിയാം. നല്ല വിദ്യാഭ്യാസവും വിവരവും ലോകജ്ഞാനവും ഒക്കെ ഉള്ള മനുഷ്യരാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് അധികാരത്തോടെ ഇത് പറയണമെങ്കിൽ അതൊരു ഊഹാപകമല്ല. വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ആധികാരികതയോടെ ഞാൻ പറയുകയാണ്, മാനവരാശിക്ക് രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മറ്റൊരു നാമവുമില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, അതേ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഏകനാമം രക്ഷിക്കപ്പെടുവാൻ അത് കർത്താവായ യേശുവിന്റെ നാമം. അപ്പൊ മാനവരാശിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, തീർത്ഥയാത്രകളും പുണ്യകർമ്മങ്ങളും ബാഹ്യപ്രവർത്തികളും കാലിൽ ചെരുപ്പില്ലാതെയുള്ള നിന്റെ പദയാത്രകളുമൊക്കെ വൃഥാവായിത്തീരും. വിശ്വാസത്താലാണ് മാനവരാശിക്ക് രക്ഷയൊരുക്കിയത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് ഏതൊരു വ്യക്തി ഹൃദയം കൊണ്ട് വിശ്വസിച്ചാലും അവന് പാപ മോചനം ലഭിക്കാനിടയാകും. മാനവരാശിക്ക് കിട്ടേണ്ടത് കടം മാറുകയല്ല, രോഗം മാറുകയല്ല, വിവാഹം നടക്കുകയല്ല, ഭവനം പണിയുകയല്ല, അവന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. അടിസ്ഥാന വിഷയം പാപപരിഹാരമാണ് വേണ്ടത്.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപപരിഹാരത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ലോകം മുഴുവൻ അന്വേഷിക്കുമ്പോൾ അതിനുള്ള ഏക വഴിയെ പറ്റിയാണ് കവലകൾ തോറും, കുന്നുകൾ തോറും, കായലോരങ്ങൾ തോറും, അതെ ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ ഇതുപോലെ ഇറങ്ങിത്തിരിച്ച് ഉപദേശിമാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാനവരാശിയുടെ രക്ഷാകേന്ദ്രം ക്രിസ്തു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. യേശു എന്ന രക്ഷകനിലേക്ക് നിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഹൃദയം തുറന്ന് അവനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നീ വിളിച്ചു പറ, ഭാവിയായ ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അതെ, കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നീ നേരിടുന്ന സകല വൈതരണികളിൽ നിന്നും, നീ നേരിടുന്ന സകല ശാപങ്ങളിൽ നിന്നും നിനക്ക് ഉത്തരം കിട്ടാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങൾ, എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായി, എന്തുകൊണ്ട് എന്നുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടിയായി തീരും. യേശു പറയുന്നു, ഞാൻ നിന്റെ പ്രശ്നപരിഹാരകൻ, ഞാൻ നിന്റെ പാപവിമോചകൻ, ഞാൻ നിന്റെ ആത്മാവിന്റെ നിത്യതയെ തരുന്നവൻ. അതെ മനുഷ്യ, നിന്റെ പരിഹാരകൻ യേശു മാത്രമാണ്. ഇഹലോകത്തിലെ ഒരു ശക്തിക്കും, ഒരു മനുഷ്യ ദൈവങ്ങൾക്കും, പ്രപഞ്ചത്തിൽ കാണുന്ന സൃഷ്ടികൾക്കൊന്നിനും ആരെ ആരാധിച്ചാലും നീ രക്ഷപ്പെടുകയില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, സൃഷ്ടാവിലേക്ക് തിരിഞ്ഞുകൊള്ളുക, മനുഷ്യനെ ഉരുവാക്കിയവരിലേക്ക് തിരിഞ്ഞുകൊള്ളുക. അതെ, കർത്താവായ യേശുവിലേക്ക്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതകരമായ രൂപാന്തരത്തിന് കാരണമായി തീരും. മാനസാന്തരം ഉണ്ടാകുവാൻ കഴിയും. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരും. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഈ വലിയ രക്ഷയെ കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. അവൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി വന്നു. അതെ, തിരുവചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. ഇന്ന് പകൽ പാപത്തിന്റെ പരിണിത ഫലമായ തിക്തതകളിൽ കടന്നുഴലുന്ന ജനത്തിന് വിമോചനത്തിനായി യേശുവിലേക്ക് ഹൃദയം തിരിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. നിന്റെ രോഗത്തിന്, പാപഗ്രസ്തമായ ജീവിത ശൈലിയിൽ നിന്ന് ഉടലെടുത്ത രോഗത്തിന്, മദ്യപിക്കുന്ന സഹോദര, കരൾ തകർക്കപ്പെട്ടെങ്കിൽ പാപഗ്രസ്തമായ ജീവിതത്തിന്റെ പരിണിതഫലമാണ്. എന്നെ കേൾക്കുന്ന ജീവിതമേ, ധൂർത്തടിച്ചുള്ള ജീവിതത്തിന്റെ പരിണിതഫലമായി കടഭാരത്തിൽ കുടുങ്ങി ആത്മഹത്യയിൽ നിൽക്കുന്നെങ്കിൽ പാപത്തിന്റെ പരിണിതഫലമാണ്. വ്യക്തിബന്ധങ്ങൾ കലഹ നിമിത്തം ഉടഞ്ഞു പോയെങ്കിൽ, കുടുംബജീവിതം തകർന്നു പോയെങ്കിൽ പാപത്തിന്റെ പരിണിതഫലമായി അരിഷ്ടിതാവസ്ഥ സൃഷ്ടിച്ച അതിന്റെ പരിണിതഫലമാണ് കുടുംബ തകർച്ചകൾ. ഇന്ന് പകലെന്നെ കേൾക്കുമ്പോ ആ പാപത്തിൽ നിന്നൊരു വിമോചനത്തിന്, ഒരു നീതീകരണം ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തു യേശുവിലേക്ക് ഹൃദയത്തെ തിരിക്കുക. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുക. ഇന്ന് ഈ പകൽ ആ യേശു ക്രിസ്തുവിന്റെ രക്തം നിന്നെ നീതീകരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഹൃദയം യേശുവിനായി തുറന്നു കൊടുക്കുക. പാപമോചനം പ്രാപിക്കുക, രക്ഷയെ പ്രാപിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ ആലേഖനം ചെയ്തിരിക്കുക പരിശുദ്ധാത്മാവിനാൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുവാൻ, വ്യക്തിപരമായ ജീവിതം രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിലേക്ക് തിരിയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ കുത്തിടുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അങ്ങനെ നിത്യജീവന്റെ അവകാശിയായി പ്രിയമുള്ളവരെ നിങ്ങൾക്ക് തീരുവാൻ സാധിക്കും. ഇതിവിടെ തൊണ്ടകീറി പറയുന്നതിന് പിന്നെ കാരണം എന്താന്ന് ചോദിച്ചാൽ, കാലം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടുകൊള്ളണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാനപ്രത്യക്ഷത അതിവിദൂരമല്ലാത്ത കാലം നമുക്ക് മുൻപിൽ ഇഹലോകം കാണാൻ പോകുന്ന ആ മഹാസംഭവം സമാഗതമായിരിക്കുക. ലോക അടയാളങ്ങൾ വിളിച്ചു പറയുക, രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, ജാതിയോടെ എതിർക്കുന്നത്, അപ്പനമ്മമാർ മക്കൾ തമ്മിലുള്ള ഭിന്നതകൾ, അതെ ലോകത്തിലേക്ക് കർത്താവ് പറഞ്ഞ അടയാളങ്ങൾ പ്രത്യക്ഷമായിരിക്കുക അവന്റെ വരവിന്റെ. ആകയാൽ എന്റെ കർത്താവ് വരുമ്പോൾ ചേർത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇനി ശബ്ദം കേൾക്കുന്നെങ്കിൽ, മതം നിന്നെ രക്ഷിക്കത്തില്ല, തത്വശാസ്ത്രങ്ങൾ നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ സമ്പത്ത് നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ ആരോഗ്യവും ജ്ഞാനവും നിന്നെ രക്ഷിക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് നീ തിരിഞ്ഞാൽ നിന്റെ ആത്മാവിന് നിത്യത ഉണ്ടാകും. ഇന്ന് ഈ പകൽ ഞാൻ ഇവിടെ എന്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ പറയട്ടെ, അവൻ മേഘാരൂഢനായി
വേഗം അവൻ മേഘപ്രത്യക്ഷതയിൽ അവൻ വരുന്ന കാലം സമീപിതമായിരിക്കുകയാണ്. മേഘാരൂഢനായി ദൂതർ സൈന്യത്തോടൊപ്പം എന്റെ രാജാവ് എഴുന്നള്ളും. പ്രിയമുള്ളവരെ, കാഹളം ധരിക്കുമ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ, രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, അതെ, മരിച്ചവർ ക്ഷണനേരത്ത് ഉയർത്തെഴുന്നേക്കും. ജീവനോടിരിക്കുന്ന നമ്മൾ കണ്ണിമിക്കൽ സമയം രൂപാന്തരപ്പെടുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ സുപ്രസാദത്തിനായി, സുപ്രസാദ സമയത്തിനായി, ദിനത്തിനായി കാത്തിരിക്കാം. ഒരുങ്ങിക്കൊള്ളുക. വേഗത്തിൽ നിന്റെ രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊള്ളുക എന്ന് ആഹ്വാനം ചെയ്ത് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഈ ദേശവാസികൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എങ്ങനെ 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 എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി ഉള്ളൂ: യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിക്കുക. അതിരിക്കുന്ന ഇരിപ്പില് എവിടെയാണെങ്കിലും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോട് കൂടെ നമുക്ക് വസിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇത്രയും നേരം നമുക്ക് ഈ സുവിശേഷ സന്ദേശം തന്ന പ്രിത്യനെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദി. ഇത്രത്തോളം ഞങ്ങളെ ശക്തീകരിച്ചു, നടത്തി, പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, പിതാവ് വിളിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യൻ പോലും സ്വർഗരാജ്യത്തിലേക്ക് വരികയില്ലല്ലോ. എന്റെ അപ്പ, ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കണം, കണ്ണുകളെ തുറക്കണം. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകണം. യേശു ക്രിസ്തുവിന്റെ നാമം ഘോഷിക്കണം. യേശു ക്രിസ്തു രാജാതി രാജാവായിട്ട് പ്രഖ്യാപിക്കുവാൻ എന്റെ ദൈവമേ, ഈ ജനത്തെ ഒരുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ ദേശത്തിന്റെ അന്ധകാര ശക്തികള്, വാഴ്ചകൾ, അധികാരങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവത്തെ ശാസിക്കുകയാണ്. പിതാവായ ദൈവമേ, പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാം ജീവൻ വെടിയവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.